സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് അക്രോസ് ദി സെൽ മെംബ്രെയിൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് സെല്ലിൻ്റെ സ്ട്രക്ചർ, പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ, ന്യൂക്ലിയസും സൈറ്റോപ്ലാസത്തിൽ വരുന്ന സെൽ ഓർഗനൽസിനെ പറ്റിയിട്ടും ഒക്കെ. അപ്പോൾ ഈ പറഞ്ഞ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടെ എങ്ങനെയാണ് മെറ്റീരിയൽസ്, അത് ഏത് തരത്തിലുള്ള മെറ്റീരിയലും ആയിക്കോട്ടെ, അത് സെല്ലിൻ്റെ അകത്തേക്കും പുറത്തേക്കും ഒക്കെ മൂവ് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പഠിക്കുന്നത്. സോ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, സോ യു ഷുഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. അങ്ങനെ പറയാൻ കാരണം എല്ലാ മെറ്റീരിയൽസിനെയും അത് ഒരേപോലെ പാസ് ചെയ്യാനായിട്ട് സഹായിക്കില്ല, അല്ലെങ്കിൽ സമ്മതിക്കില്ല. ഇറ്റ് ഈസ് വെരി സെലക്റ്റീവ്. ആവശ്യമുള്ള സാധനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ എന്താണെങ്കിലും ആ സെല്ലിന് ആവശ്യമുള്ള മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റിന് മാത്രമേ അത് സഹായിക്കുള്ളൂ. ഓക്കെ, ആൻഡ് യു നോ ദാറ്റ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെല്ലിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. And materials are transported in and out of the cell through the plasma membrane. Plasma membrane കൂടെ മാത്രമാണ് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അല്ലാതെ വേറെ ഒരു പാത്വേയും അതിന് ഇല്ല. വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ആ സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലിപ്പിഡ്സ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, ലൈക്ക് 80-85% ലിപ്പിഡ്സ് ആണ്. പിന്നെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അവിടെ ഇവിടെയും കാണുന്ന പ്രോട്ടീൻസ് മാത്രമാണ്. അപ്പോൾ ഈ രണ്ട് പാത്വേയിൽ കൂടെയും ട്രാൻസ്പോർട്ടേഷൻ നടക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ പെക്യൂലിയാരിറ്റി എന്ന് പറയുന്നത്. സോ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ്, ഇനി എന്തിനാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം, എന്തിനാണ് ഈ പലതരത്തിലുള്ള മെക്കാനിസം ഒക്കെ നമ്മുടെ ഇതിനകത്ത് നടക്കുന്നത്? ഇറ്റ് ഈസ് നെസസറി ടു മെയിൻറ്റെയിൻ ദി നോർമൽ സെൽ ഫങ്ഷൻസ്. അതായത് സെല്ലിന് ആവശ്യമുള്ള ഗ്ലൂക്കോസോ അല്ലെങ്കിൽ സെല്ലിന് ആവശ്യമുള്ള മറ്റ് മെറ്റീരിയൽസ് എല്ലാം സെല്ലിൻ്റെ അകത്തേക്ക് വരണമെങ്കിൽ ഈ ട്രാൻസ്പോർട്ട് മെക്കാനിസംസിൽ കൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ, അല്ലാതെ വെറുതെ അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വാതിൽ തുറന്നാൽ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ, അല്ലാതെ സിംപ്ലി നമുക്ക് അങ്ങോട്ട് ഓടിക്കയറാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഇതും വരുന്നത്. സോ ഇറ്റ് ഈസ് നെസസറി ടു മെയിൻറ്റെയിൻ ദി നോർമൽ സെൽ ഫങ്ഷൻസ്. ആൻഡ് റൂട്ട്സ്, ഏതൊക്കെ റൂട്ടിൽ കൂടെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ടേക്സ് പ്ലേസ് ത്രൂ ദി ലിപ്പിഡ് ലെയർ, അതായത് ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ടേക്സ് പ്ലേസ് ത്രൂ ദി ലിപ്പിഡ് ലെയർ ആസ് വെൽ ആസ് ത്രൂ ദി പ്രോട്ടീൻ ലെയർ അല്ലെങ്കിൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്. രണ്ടിൽ കൂടെയും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ലിപ്പിഡ് ലെയറിൽ കൂടി നടക്കുന്നുണ്ട്, പ്രോട്ടീൻസിൽ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് റൂട്ട്സ് ഓഫ് ട്രാൻസ്പോർട്ട് മെക്കാനിസം. രണ്ട് തരത്തിലുള്ള ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ആണ് ഇവിടെ ഉള്ളത്, പാസീവ് ട്രാൻസ്പോർട്ട് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. ഇതിൻ്റെ ബാക്കി ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. എനിവേ നമ്മളത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുവെന്ന് മാത്രം. സോ ദർ ആർ 2 types ഓഫ് ട്രാൻസ്പോർട്ട് മെക്കാനിസംസ്, പാസീവ് ട്രാൻസ്പോർട്ട് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് പാസീവ് ട്രാൻസ്പോർട്ട്. ഇനി അതിന് മുന്നേ എന്താണ് ഈ ട്രാൻസ്പോർട്ടിൻ്റെ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്, പാസീവ് വേഴ്സസ് ആക്റ്റീവ്. അപ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് പാസീവ് ട്രാൻസ്പോർട്ട്, എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? യു നോ ദാറ്റ് പാസീവ് ട്രാൻസ്പോർട്ട് ഇസ് ദ മൂവ്മെൻറ്റ് ഓർ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ഫ്രം എ റീജിയൻ ഓഫ് higher concentration to a region of lower concentration without the expenditure of energy. അതാണ് പാസീവ് ട്രാൻസ്പോർട്ടിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത്. മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ വിത്തൗട്ട് ദി യൂട്ടിലൈസേഷൻ ഓഫ് എനർജി. അവിടെ എനർജി യൂസേജേ വരുന്നില്ല, കാരണം ഓട്ടോമാറ്റിക് ഹയറിന്ന് ലോവറിലേക്കാണ്, കൂടുതൽ നിന്നും കുറവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് എനർജിയുടെ ആവശ്യം വരുന്നില്ല. ആൻഡ് what about active transport? It's just the opposite of passive transport. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ഓർ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ വിത്ത് ദി എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടിൻ്റെയും ഡെഫിനിഷൻസ് പറയുന്നത്.
അപ്പോൾ ഈ പിക്ചറിൽ കാണിക്കുന്നത് പാസീവ് ട്രാൻസ്പോർട്ടാണ്. സോ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ആ കുട്ടി തന്നെത്താനെ ഊഞ്ഞാലാടുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെത്താനെയാണ്, അവിടെ പ്രത്യേകിച്ച് വേറെ ആരും ബാക്കിൽ നിന്നൊരു എഫേർട്ട് ഇട്ടിട്ട് അത് ആടാനായിട്ട്, ആ കുട്ടിക്ക് ആടാനായിട്ട് ഉള്ളൊരു സഹായമൊന്നും കൊടുക്കുന്നില്ല. സോ സ്വന്തം എഫേർട്ട് എടുത്തിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ വിത്തൗട്ട് ദി എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി തന്നെത്താനെ അവർ മൂവ് ചെയ്ത് പോകുന്നതാണ് പാസീവ് ട്രാൻസ്പോർട്ട്. അറ്റ് ദി സെയിം ടൈം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ അതാ നെക്സ്റ്റ് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ആ കുട്ടിക്ക് ഇതിൽ ഊഞ്ഞാലാടണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് ആ കുട്ടിയുടെ അച്ഛൻ ഉന്തി കൊടുത്താൽ മാത്രമേ അതിന് ആടാൻ പറ്റുന്നുള്ളൂ. സോ ഇറ്റ് റിക്വയേഴ്സ് എനർജി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ട് കൺസെപ്റ്റ്സ് വരുന്നത്. സോ നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടൈപ്പ് ട്രാൻസ്പോർട്ടും പറയാൻ പോകുന്നു. സോ ദ ഫസ്റ്റ് വൺ ഇസ് പാസീവ് ട്രാൻസ്പോർട്ട്. For passive transport, it is a type of transport that doesn't require energy. Also called downhill movement. അതായത് നമ്മൾ ഒരു ഇറക്കം ഇറങ്ങി വരുന്നത് പോലെ, ഒരു കയറ്റത്തിൽ നിന്നും ഇറക്കത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് അവിടെ എനർജിയുടെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഫ്രീ ആയിട്ട് ഓടി ഇറങ്ങിപ്പോയി. ഇപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, വളരെ എളുപ്പത്തിൽ ഇറങ്ങും. സ്റ്റെപ്പ് കയറി പോകണമെങ്കിലോ നമുക്ക് എനർജിയുടെ ആവശ്യമുണ്ട്. സോ സ്റ്റെപ്പ് ഇറങ്ങുന്ന ആ ഒരു പ്രോസസ്സാണ് പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്, വിത്തൗട്ട് ദി എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. ഇനി അതിൻ്റെ ടൈപ്സ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. So types of passive transport, it is of 3 types. The first one is simple diffusion, then facilitated diffusion and osmosis. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് പാസീവ് ട്രാൻസ്പോർട്ട് ആണ് ഉള്ളത്. സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. ഇനി നമ്മളിതിൻ്റെ ഓരോന്നും എന്താണ് എന്നുള്ളത് പഠിക്കുന്നു. സോ ഫസ്റ്റ് ഇസ് അബൌട്ട് സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ എല്ലാം സെയിം തന്നെയാണ്. ദാറ്റ് ഇസ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. പിന്നെ it is along the electrochemical or concentration gradient, hence no energy is required. നമുക്കറിയാം അത് ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ along the concentration gradient ആണ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് അനുസരിച്ചിട്ടാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ എന്ന് പറയുമ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആവാം, അല്ലെങ്കിൽ കെമിക്കൽ കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ടാവാം. അപ്പം എങ്ങനെയാണെങ്കിലും ആ ഒരു ടൈപ്പിലാണ് അത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ എനർജി ആവശ്യം വരുന്നില്ല. And movement of particles occurs until equilibrium is attained. അപ്പോൾ ഹയറിന് ലോവറിലേക്ക് പോകുന്നത് എത്ര സമയം വരെ? ഒരുപാട് നേരം ഒന്നത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കില്ല. രണ്ട് സൈഡിലും ഒരേപോലെ ആ ലെവൽ എത്തുന്നത് വരെയാണ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കുന്നത്. ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡിഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് മെക്കാനിസംസും അവിടെ ഫങ്ഷൻ ചെയ്യില്ല. Diffusion of gases like oxygen, carbon dioxide, etc. occur through the lipid layer of plasma membrane, whereas diffusion of ions occur through ion channels. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട് റൂട്ട്സിനെ പറ്റി പറഞ്ഞപ്പോൾ ലിപ്പിഡ് ലെയറിൽ കൂടിയും ട്രാൻസ്പോർട്ടേഷൻ നടക്കും, പ്രോട്ടീൻ ലെയറിൽ കൂടിയും ട്രാൻസ്പോർട്ടേഷൻ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. സോ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്, ഗ്യാസ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത ദേ ആർ ലിപ്പിഡ് സോല്യുബിൾ. ഓക്കെ, ലിപ്പിഡ്സിൽ അല്ലെങ്കിൽ ഫാറ്റ് സോല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഗ്യാസസ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് വേറൊരു ചാനലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഗ്യാസസ് ലിപ്പിഡ് ലെയറിൽ കൂടെ സുഖമായിട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകും. അറ്റ് ദി സെയിം ടൈം അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ആൻഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ഈ ലിപ്പിഡ് ലെയറിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. സോ ദേ ടേക്ക് ദ റൂട്ട് ഓഫ് പ്രോട്ടീൻസിൽ കൂടെയാണ്, ആ പ്രോട്ടീൻ ലെയറിൽ കൂടെയാണ് അയോൺസിൻ്റെ ഡിഫ്യൂഷൻ നടക്കുന്നത്. ആൻഡ് സോ ദോസ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ആ അയോൺസ് മൂവ് ചെയ്യുന്ന പാർട്ടിനെ നമ്മൾ ചാനൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അയോൺ ചാനൽസ് ആർ ഇൻറ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്. നമ്മൾ നേരത്തെ കണ്ട ആ പിക്ചറിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അതിൽ കാണിച്ചു തരാം. സോ ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് ആണ് അയോൺ ചാനൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ചാനൽസ് ആർ ഓഫ് 2 types, gated channels ആൻഡ് നോൺ ഗേറ്റഡ് ചാനൽസ്. നോൺ ഗേറ്റഡ് ചാനൽസിനെ പറയുന്ന മറ്റു പേരുകളാണ് ഓപ്പൺ ചാനൽസ്, ലീക്കേജ് ചാനൽസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള ചാനൽസ് ആണ്, അയോൺ ചാനൽസ് ആണുള്ളത്. ഗേറ്റഡ് ചാനൽസ് ആൻഡ് നോൺ ഗേറ്റഡ് ഓർ ലീക്കേജ് ചാനൽസ്. അങ്ങനെ 2 തരത്തിലുള്ള ചാനൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ
ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എക്സെട്ര അവർ ലിപ്പിഡ് ലെയറിൽ കൂടിയാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്. അറ്റ് ദി സെയിം ടൈം അയോൺസിന് ഡിഫ്യൂസ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻസിൻ്റെ സഹായം വേണം, അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ ഉള്ളിൽ കൂടെയാണ് അവർ ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്ത് പോകുന്നത്. സോ ആ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ ചാനൽസ്, അയോൺ ചാനൽസ് എന്നാണ് പറയുന്നത്. ആൻഡ് ദ ചാനൽസ് ആർ ഓഫ് 2 types, ഗേറ്റഡ് ചാനൽസ് ആൻഡ് നോൺ ഗേറ്റഡ് ചാനൽസ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ആ ചാനൽ പ്രോട്ടീനും കാണിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിനിൽ കൂടെ ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്. നോൺ ഫാറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഈ പ്രോട്ടീൻസിൽ കൂടെ പാസ് ചെയ്യുന്നത്. അതിപ്പോൾ നോൺ ഫാറ്റി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ വാട്ടർ സോളുബിൾ ആണ് ഉണ്ടാവുക. 2 തരം മെറ്റീരിയൽസ് ആണ് നമ്മുടെ ബോഡിയിൽ ശരിക്കുള്ളത്, വാട്ടർ സോളുബിൾ ആൻഡ് ലിപ്പിഡ് സോളുബിൾ. അങ്ങനെ 2 ടൈപ്പാണ് ഉള്ളത്. അപ്പോൾ വാട്ടർ സോളുബിൾ മെറ്റീരിയൽസ് ആണ് ഈ പ്രോട്ടീൻസിൽ കൂടെ പാസ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനത്തെ പ്രോട്ടീൻസ് നമ്മൾ ചാനൽ പ്രോട്ടീൻസ് എന്നും പറയുന്നു. Okay. So leakage or non-protein channels ന് എക്സാമ്പിൾ പറയുന്നത് K+ ഒരു എക്സാമ്പിളാണ്. പൊട്ടാസ്യം ചാനൽസിന്, പൊട്ടാസ്യം അയോൺസിനൊക്കെ ഇങ്ങനത്തെ ലീക്കേജ് ചാനൽസ് പ്രസൻ്റ് ആണ്. അപ്പോൾ ഈ ലീക്കേജ് ചാനൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, വളരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സംഭവം. ഇപ്പോൾ ഗേറ്റഡ് ചാനൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ഗേറ്റ് ഉണ്ടായിരിക്കും അല്ലേ, അത് ഏത് സമയം തുറന്നിട്ടല്ലല്ലോ ഉണ്ടാവുക, അതെപ്പോഴും അടച്ചിട്ടിരിക്കുകയായിരിക്കും. നമ്മൾ ആരെങ്കിലും എൻട്രി ചെയ്യുന്ന സമയത്ത് ആ ഗേറ്റ് തുറക്കുന്നു, അകത്തേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നു, എന്താ വെച്ചെങ്കിൽ ആ മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നു. സോ അത്തരത്തിലുള്ള ചാനൽസാണ് ഗേറ്റഡ് ചാനൽസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഗേറ്റ് ഇല്ലാതെ വെറുതെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന, ഇപ്പോൾ നമ്മുടെ ഒരു പ്ലേ ഗ്രൗണ്ടിന് എവിടെയെങ്കിലും ഗേറ്റ് ഉണ്ടോ? ഇല്ല, അത് വളരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ഏത് സൈഡിൽ കൂടെ വേണമെങ്കിലും കയറി വരാം. അത്തരത്തിലുള്ള ചാനൽസാണ് ഓപ്പൺ ഓർ ലീക്കേജ് ഓർ നോൺ ഗേറ്റഡ് ചാനൽസ്. അപ്പോൾ ഈ ഗേറ്റഡ് ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകത, ദേ ഓപ്പൺ അപ്പോൺ എ സ്റ്റിമുലസ് ആപ്ലിക്കേഷൻ. എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റിമുലസ് വന്നാൽ മാത്രമേ ആ ഗേറ്റഡ് ചാനൽസ് അവിടെ ഓപ്പൺ ആവുള്ളൂ, അല്ലാതെ വെറുതെ ഏത് സമയവും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കില്ല. ആൻഡ് സ്റ്റിമുലസ് അനുസരിച്ച് ഓപ്പൺ ആവുന്നു എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തരം സ്റ്റിമുലസ് അല്ലെങ്കിൽ ഏതൊക്കെ തരം ചാനൽസാണ്, ഗേറ്റഡ് ചാനൽസാണ് ഉള്ളത്. വൺ ഇസ് വോൾട്ടേജ് ഗേറ്റഡ് ചാനൽസ്. വോൾട്ടേജ് ഗേറ്റഡ് ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷനാണ് അവിടുത്തെ സ്റ്റിമുലസ്. അപ്പോൾ വോൾട്ടേജ് വേരിയേഷൻ വരുമ്പോൾ ഈ വോൾട്ടേജ് ഗേറ്റഡ് ചാനൽസ് ഓപ്പൺ ആവുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു കോണ്ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്, അപ്പോൾ അത് പറയാം. ദെൻ കംസ് ലിഗാൻഡ് ഗേറ്റഡ് ചാനൽസ്. ലിഗാൻഡ് ഗേറ്റഡ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എക്സെട്ര. അപ്പോൾ അതെങ്ങാനും വന്നു കഴിഞ്ഞാൽ, ഹോർമോൺസോ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സോ വന്നു കഴിഞ്ഞാൽ അവർ വന്നിട്ട് ഈ ചാനലിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഓപ്പൺ ആവുന്ന ചാനൽസാണ് ലിഗാൻഡ് ഗേറ്റഡ് ചാനൽസ്. ആൻഡ് മെക്കാനോ സെൻസിറ്റീവ് ഗേറ്റഡ് ചാനൽസ് അല്ലെങ്കിൽ മെക്കാനിക്കലി ഗേറ്റഡ് ചാനൽസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് മെക്കാനിക്കൽ സെൻസേഷൻസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്റ്റിമുലസ് ലൈക്ക് പ്രഷർ, അങ്ങനെ പ്രഷറൊക്കെ കൊടുക്കുമ്പോൾ ആ പ്രഷറിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ഓപ്പൺ ആവുന്ന ചാനൽസ്, അതാണ് മെക്കാനിക്കലി ഗേറ്റഡ് ചാനൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള 3 ചാനൽസാണ്, ഗേറ്റഡ് ചാനൽസാണ് മെയിനായിട്ടും ഇവിടെ കാണുന്നത്, മെംബ്രെയിനകത്ത് കാണുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് ഡിഫ്യൂഷൻ ഓഫ് അയോൺസ് നടക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ ഓരോ ഗേറ്റഡ് ചാനൽസും നോൺ ഗേറ്റഡ് ചാനൽസും കാണിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ഇസ് ലിഗാൻഡ് ഗേറ്റഡ് ചാനൽ. അവിടെ ഏതെങ്കിലും ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററോ അല്ലെങ്കിൽ എന്താ പറയുക ഹോർമോണോ ഇങ്ങനെ എന്തെങ്കിലും വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഗേറ്റ് ഓപ്പൺ ആവുന്നു, അതിൽ കൂടെ അയോൺസ് മൂവ് ചെയ്ത് പോകുന്നു. ദെൻ നെക്സ്റ്റ് കംസ് മെക്കാനിക്കലി ഗേറ്റഡ് ചാനൽസ്. മെക്കാനിക്കലി ഗേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ പ്രഷറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഗേറ്റ് ഓപ്പൺ ആവുന്നു. ദെൻ വോൾട്ടേജ് ഗേറ്റഡ് ചാനൽ. അപ്പോൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റിമുലസ് ആപ്ലിക്കേഷൻ വന്നിട്ടൊരു ചെറിയ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ ഓപ്പൺ ആവുന്ന ചാനൽസ്. നിങ്ങൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുണ്ടാവില്ല. അത് നമുക്ക് വേറൊരു കോണ്ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. എനിവേ വിൽ ഡിസ്കസ് ദെയർ. ബട്ട് എനിവേ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോൾ ഓപ്പൺ ആവുന്ന ചാനൽസാണ് വോൾട്ടേജ് ഗേറ്റഡ് ചാനൽസ്. ആൻഡ് ഓൾവേസ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്ന ചാനൽ എന്ന് പറയുന്നത് ലീക്കേജ് ചാനൽസ് ആണ്, അല്ലെങ്കിൽ നോൺ ഗേറ്റഡ് ചാനൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചാനൽസിൽ കൂടെയോ അല്ലെങ്കിൽ ലിപ്പിഡ് ലെയറിൽ കൂടെയോ ആണ്
സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്നത്. Then comes facilitated diffusion. അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും സിമ്പിൾ ഡിഫ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ്. ഓക്കെ, കാരിയർ പ്രോട്ടീൻസും ചാനൽസും രണ്ടാണ്. ഓക്കെ, അപ്പോൾ കാരിയർ പ്രോട്ടീൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഡിഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫ്യൂഷനെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. Diffusion with the help of carrier proteins. അപ്പോൾ diffusion of chloride ions, water, etc. occurs through this type of diffusion. അപ്പോൾ ക്ലോറൈഡ് അയോൺസും വാട്ടറും ഒക്കെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഒരു ചാനൽ പ്രോട്ടീൻ എൻ്റെ കാര്യം കാണിച്ചതാണ്, പിക്ചർ കാണിച്ചതാണ്. അതായത് ചാനൽസിൻ്റെ കാര്യം കാണിച്ചതാണ്. ആ ഗേറ്റ് ഓപ്പൺ ആയ ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ആ മെറ്റീരിയൽ വരുന്നു, മുകളിലെ ഗേറ്റ് ക്ലോസ് ആവുന്നു, എന്നിട്ട് താഴത്തെ ഗേറ്റ് ഓപ്പൺ ആവുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ചാനൽ പ്രോട്ടീൻസിൻ്റെ ഇത് വരുന്നത്. ലൈക്ക് ഇവിടെ ഇപ്പോൾ ആ മെറ്റീരിയൽ ആദ്യം വരുമ്പോൾ ഗേറ്റ് ഓപ്പൺ ആവും, അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്തിട്ട് പിന്നെ അത് നേരെ അകത്തേക്ക് കയറിപ്പോകുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ചാനലിൻ്റെ കേസ് വരുന്നത്. അതേസമയം കാരിയർ പ്രോട്ടീൻ അങ്ങനെയല്ല. കാരിയർ പ്രോട്ടീനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു മെറ്റീരിയൽ ആ കാരിയർ പ്രോട്ടീൻ്റെ അവിടേക്ക് വരുന്നു, അതിനുശേഷം ആ മെറ്റീരിയൽ കാരിയർ പ്രോട്ടീൻ്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യുന്നു, എന്നിട്ട് പിന്നെ അത് കാരിയർ പ്രോട്ടീൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഓപ്പൺ ആയിട്ടാണ് അകത്തേക്ക് വരുന്നത്. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു ചാനലും കാരിയർ പ്രോട്ടീനും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാതിൽ അടയ്ക്കും തുറക്കും ചെയ്യുന്നത് പോലെയാണ്. വാതിൽ അടച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞ് വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവാം. ഓക്കെ, അതാണ് ഒരു ചാനൽ എന്ന് പറയുന്നത്. അതേസമയം കാരിയർ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ ഒരു റിവോൾവിംഗ് ഡോറ് പോലെയാണ്, തിരിയുന്ന ഡോറ് പോലെ. അപ്പം നമ്മൾ ആ റിവോൾവിംഗ് ഡോറിൽ കയറി നിൽക്കുമ്പോൾ എങ്ങനെയാണ്, ആദ്യം അതിൻ്റെ ഒരു ഡോറിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കയറി നിൽക്കുന്നു, എന്നിട്ട് ആ ഡോറ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറി പോകുന്നത്. അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ ആ വാതിൽ തുറന്ന് കയറി പോകുന്ന പോലത്തെ അത്രയും ഈസി ആയിട്ട് ഒരു റിവോൾവിംഗ് ഡോറിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കയറി പോകാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു റിവോൾവിംഗ് ഡോറിൻ്റെ ആക്ഷൻ പോലെയാണ് കാരിയർ പ്രോട്ടീൻസ് ആക്ട് ചെയ്യുന്നത്. അതേസമയം സാധാരണ ഒരു ഡോറ് ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യുന്ന പോലെയാണ് ചാനൽ പ്രോട്ടീൻസ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇതാണ് അത് രണ്ടും തമ്മിലുള്ള കാരിയർ പ്രോട്ടീനും പിന്നെ ചാനലും തമ്മിലുള്ള വ്യത്യാസം. And the last type of passive transport is osmosis. ആൻഡ് ഓസ്മോസിസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഇറ്റ് ഈസ് ദി മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഓർ മൂവ്മെൻറ്റ് ഓഫ് ദി സോൾവെൻറ്റ് മോളിക്യൂൾസ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇപ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ആ മെംബ്രെയിനിൽ കൂടെ ഓൺലി ദി സോൾവെൻറ്റ് മോളിക്യൂൾസ് വിൽ മൂവ്, സൊല്യൂട്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യില്ല. അപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സോൾവെൻറ്റ് പാർട്ടുണ്ട്, സൊല്യൂട്ട് പാർട്ടുണ്ട്. അപ്പോൾ രണ്ട് സോൾവെൻറ്റ്സ് അല്ലെങ്കിൽ രണ്ട് സൊല്യൂഷൻസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ സെപ്പറേറ്റ് ചെയ്യുന്ന മെംബ്രെയിനാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതിൻ്റെ ഉള്ളിൽ കൂടെ സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ to a region of higher solute concentration through a semi-permeable membrane. അപ്പോൾ രണ്ട് സൊല്യൂഷൻസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു വിത്ത് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ അതിൽ ഒരു സൊല്യൂഷൻ എ എന്ന് പറയുന്ന സൊല്യൂഷൻ അതിനകത്ത് സോൾവെൻറ്റ് ലെവൽ കൂടുതലും സൊല്യൂട്ട് ലെയർ അല്ലെങ്കിൽ സൊല്യൂട്ട് ലെവൽ വളരെ കുറവുമാണ്. അതേസമയം സൊല്യൂഷൻ ബി എന്ന് പറയുന്ന നെക്സ്റ്റ് സൊല്യൂഷൻ അതിനകത്ത് സോൾവെൻറ്റിൻ്റെ ലെവൽ വളരെ കുറവും സൊല്യൂട്ടിൻ്റെ ലെവൽ വളരെ കൂടുതലുമാണ്. അപ്പോൾ അത്തരം സൊല്യൂഷൻസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലോവർ സൊല്യൂട്ട് ഏരിയയിൽ നിന്നും ഹയർ സൊല്യൂട്ട് ഏരിയയിലേക്കാണ് ആ സോൾവെൻറ്റ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ
ഈ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് കോൺസെൻട്രേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷൻസിനെ 3 ടൈപ്പായിട്ട് പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഐസോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആൻഡ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഐസോട്ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈക്വൽ കോൺസെൻട്രേഷൻസ് ഓഫ് സോൾവെൻറ്റ് ആൻഡ് സൊല്യൂട്ട്. ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഹയർ സോൾവെൻറ്റ് കോൺസെൻട്രേഷൻ ആൻഡ് ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ, ദാറ്റ് ഈസ് ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആൻഡ് ലോവർ സോൾവെൻറ്റ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷനും ഒരു ഹൈപ്പർ ടോണിക് സൊല്യൂഷനും തമ്മിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലെ വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ സോൾവെൻറ്റ് പാർട്ട് ഹൈപ്പർ ടോണിക് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യും. അതെന്തിനാണ്? ആ ഒരു ഇക്വിലിബ്രിയം, സോൾവെൻറ്റിൻ്റെ ഇക്വിലിബ്രിയം മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ സോൾവെൻറ്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ ദ സൊല്യൂട്ട് മോളിക്യൂൾസ് വിൽ exert a pressure on the semi-permeable membrane, which is called the osmotic pressure. Pressure exerted by the solute molecules on the membrane is called osmotic pressure. അപ്പോൾ ഈ ഓസ്മോട്ടിക് പ്രഷറും ഓസ്മോസിസും നമ്മുടെ ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ത്രൂ ദിസ് പ്രോസസ് ഓർ ദിസ് മെക്കാനിസം ഫിൽട്രേഷൻ ഒക്കേഴ്സ്. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സുണ്ട്. അത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നടക്കുന്നത് കിഡ്നിയിലാണ് ഫോർ യൂറിൻ ഫോർമേഷൻ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ പഠിക്കാം. എനിവേ ആ ഒരു മെക്കാനിസത്തിൽ കൂടെയാണ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറൊക്കെ വന്നിട്ടാണ് ഫിൽട്രേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. ദിസ് പിക്ചർ റെപ്രസെൻറ്റ്സ് ഓസ്മോസിസ്. അപ്പോൾ ഇതിൽ ഈ 2 സൊല്യൂഷൻസിനെ തമ്മിൽ കാണിച്ചിരിക്കുകയാണ്. സോ ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ദിസ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന, ആൻഡ് ഇത് ഹൈപ്പർ ടോണിക് സൊല്യൂഷനാണ് വേർ ദ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഇസ് ഹൈ. അപ്പോൾ രണ്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ഓസ്മോസിസ് നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ ആ സോൾവെൻറ്റ് മോളിക്യൂൾസ് മുഴുവനില്ല, ഒരു ഓൾമോസ്റ്റ് ഒരു 90% ഹൈപ്പർ ടോണിക് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യും. നമുക്കിനി 90% കറക്റ്റ് പറയാൻ പറ്റില്ല. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ ദി ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് സോൾവെൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. എനിവേ അപ്പുറത്തെ സൈഡിൽ അല്ലെങ്കിൽ ഹൈപ്പർട്ടോണിക് സൈഡിൽ അത് ഇക്വിലിബ്രിയം എത്തുന്നത് വരെ അല്ലെങ്കിൽ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ ഓൾമോസ്റ്റ് സെയിം ആവുന്നത് വരെ ആ ഒരു മൂവ്മെൻറ്റ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത്രയുമാണ് about osmosis, and this much about the passive transport.